പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെ വർഗീയ പരാമർശത്തെ ന്യായീകരിച്ച് CPM നേതൃത്വം. വിജയരാഘവൻ പറഞ്ഞതിൽ തെറ്റില്ലെന്നും വർഗീയ ശക്തികളുടെ വോട്ട് UDF വാങ്ങുന്നുണ്ടെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഒരേപോലെ എതിർക്കുമെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കി. മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഇവിടുന്ന് ഡൽഹിക്ക് എത്തുവോ? അദ്ദേഹമല്ലേ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ്. പ്രിയങ്ക ഗാന്ധിയോടോ നമ്മൾ കണ്ടില്ലേ? ആരൊക്കെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഓരോ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും? ആരാ? ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ, തീവ്രവാദ ഘടകങ്ങൾ വരെ അതിലുണ്ടായില്ലേ? വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വോട്ട് ചെയ്ത ജനങ്ങളെ മുഴുവൻ വർഗീയവാദികളാക്കിയ എ വിജയരാഘവന്റെ നിലപാടിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നു വന്നത്. എന്നാൽ വിജയരാഘവൻ വാവിട്ട് പറഞ്ഞതല്ലെന്നും പാർട്ടി നിലപാടാണ് പറഞ്ഞതെന്നും വ്യക്തമാക്കുന്നതായിരുന്നു നേതാക്കന്മാരുടെ പ്രതികരണം. വിജയരാഘവന്റെ പ്രസ്താവനയെ ന്യായീകരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ രംഗത്ത് വന്നു. എന്നാൽ വിജയരാഘവന്റെ പ്രസ്താവനയിലെ ലീഗ് പരാമർശം MV ഗോവിന്ദൻ മാറ്റി പറഞ്ഞു. ലീഗ് വർഗീയ ശക്തിയല്ല, ഉദ്ദേശിച്ചത് SDPയും ജമാഅത്തെ ഇസ്ലാമിയുമാണെന്ന് വിശദീകരണം. വിജയരാഘവൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ UDFന്റെയും ജയത്തിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിന്റെയും SDPയുടെയും സഖ്യകക്ഷി എന്ന രീതിയിലുള്ള വോട്ടോടുകൂടിയാണ്. അതിൽ തന്നെയാണ് പാർട്ടി ഉറച്ചു നിൽക്കുന്നത്. വിജയരാഘവന് പിന്തുണയുമായി CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയും LDF കൺവീനർ TP രാമകൃഷ്ണനും രംഗത്ത് വന്നു. വിജയരാഘവന്റെ ഭാഗത്തുനിന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പാർട്ടിയുടെ നയമനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. വർഗീയ നിലപാടിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കുന്നതിന് സഹായകരമായ സമീപനമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് തിരിച്ചുപിടിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ് CPMന്റെ ന്യൂനപക്ഷ വിമർശനം എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.